ഹായ്, ഇപ്പോൾ മുണ്ടക്കത്തൊരു ഹിഡൻ സ്പോട്ടിലാണ്. വേങ്ങത്താനം എസ്റ്റേറ്റ് എന്ന് പറയും. ഒരുപാടധികം ആൾക്കാർ വരാത്തൊരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിലൂടെയുള്ളൊരു യാത്രയാണ്. ഏകദേശം ഒരു മൂന്നാറൊക്കെ കാണുന്നൊരു ഫീലിംഗ് ആണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കാട്ടുപന്നികളൊക്കെ ഒരുപാടുള്ളൊരു സ്ഥലമാണ്. എപ്പോൾ വേണമെങ്കിലും കാട്ടുപന്നികൾ ഫ്രണ്ടിൽ വരാം. അതുപോലെ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയുള്ളൊരു യാത്രയാണ്. ഇത് ഇലക്ഷൻ സമയത്ത് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഷൂട്ട് ചെയ്താണ്. ഒരുപാട് താമസിച്ചു ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. കുന്നുകളും മലകളും താണ്ടിയുള്ളൊരു യാത്രയാണ്. നമ്മുടെ വണ്ടി അങ്ങനെ ചോറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മുണ്ടക്കയത്തിനടുത്തുള്ളൊരു സ്ഥലമാണ് ചോറ്റി. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ മുണ്ടക്കയത്തേക്കും കാഞ്ഞിരപ്പള്ളിയിലേക്കൊക്കെ നമുക്കിത് വഴി പോകാൻ സാധിക്കുന്നതാണ്. ചേനാട് മാളിക ലക്ഷ്യമാക്കി പോവുകയാണ്. ഫുള്ള് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഈ യാത്ര. ഫുള്ള് അടിപൊളി. എപ്പോൾ വേണമെങ്കിലും കാട്ടുപന്നികളെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. പോകുന്ന വഴിക്ക് കൈതത്തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും ഫുൾ എസ്റ്റേറ്റിലൂടെയുള്ളൊരു യാത്രയാണ്. അധികം ആരും സഞ്ചരിക്കാത്തൊരു വഴിയാണിത്. നല്ല മഴയൊക്കെയുള്ള സമയത്ത് നല്ല മൂടൽമഞ്ഞും കോടയൊക്കെ വരുന്നൊരു വഴിയാണ്. ഒരു SC ലോറി കാണാൻ സാധിക്കുന്നുണ്ട് തടി കയറ്റി പോകുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി മന്നംകവലയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് പൂഞ്ഞാറിലേക്കും പാതാമ്പുഴയ്ക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. വലത് വശത്ത് കിടക്കുന്ന വഴിയിലൂടെയാണ് പാതാമ്പുഴയ്ക്ക് പോകുന്നത്. നേരെ ചേനാട് മാളിക ലക്ഷ്യമാക്കി പോവുകയാണ്. ഇവിടെ കുറച്ച് നാൾ മുമ്പ് ഉരുൾ പൊട്ടിയൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഒരു വളവാണ് അവിടെ. ഇനി നമ്മൾ നേരെ ഇരുന്ന പാലച്ചോട് എന്ന് പറയുന്ന ചെറിയൊരു ടൗണിലോട്ടാണ്. അവിടുന്ന് മാളിക, പിന്നെ അവിടുന്ന് ചേനാട്, പിന്നെ അവിടുന്ന് പൂഞ്ഞാറോ പേട്ടയോ, നമുക്ക് ഏത് വഴിയിലോട്ട് വേണമെങ്കിലും പോകാം. പൂഞ്ഞാറും പേട്ടയും പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ എല്ലാം കാട്ടുപന്നി ശല്യം രൂക്ഷമായ സ്ഥലത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ മഴയുള്ള സമയത്തെല്ലാം മേളിൽ നിന്നെല്ലാം കല്ലുകളുമൊക്കെ ചാടാൻ സാധ്യതയുള്ള വളരെ ഡേഞ്ചറായിട്ടുള്ള വഴിയാണ്. പോകുന്ന വഴിക്കെല്ലാം വെട്ടിത്താപ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് പാലച്ചോട് പള്ളിയാണ് ഈ കാണുന്നത്. ചെറിയൊരു പള്ളിയാണ്. ഒരു ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുന്നൊരു പ്രതീതിയാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ മാളിക എന്ന് പറയുന്നൊരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നേരെ പോകുന്നതാണ് ചേനാട് മാളിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ വലത്തോട്ടുള്ള വഴിയുടെ നമ്മൾ ഈരാറ്റുപേട്ട ലക്ഷ്യമാക്കി പോവുകയാണ്. ഇവിടെ എല്ലാം ചെറിയ പഴയ മോഡൽ കെട്ടിടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നേരെ ഇവിടുന്ന് 10 കിലോമീറ്ററാണ് ഈരാറ്റുപേട്ടയ്ക്കുള്ളത്. അടിപൊളി കുന്നുകളും മലകളും കണ്ടുള്ള യാത്രയാണ്. സൈഡിലെല്ലാം അടിപൊളി മലകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുന്ന് 3 കിലോമീറ്ററാണ് ചേനാട് എന്ന് പറഞ്ഞ ടൗണിലോട്ടുള്ളത്. അവിടുന്ന് 7 കിലോമീറ്റർ ഈരാറ്റുപേട്ടയ്ക്ക്.